ഹലോ. ഈ ചിരിക്കുന്ന ചിരി എന്തിൻ്റെയാണെന്നറിയോ? നാനൂസ് നമ്മളൊരു പല്ല് പറിക്കാൻ പോവാണേ. നാനൂസിൻ്റെ ആദ്യത്തെ പല്ല് പറിക്കാൻ പോവാണ്. അപ്പം ഇതെന്താ സംഭവം? പല്ല് പറിക്കുന്നതിനെ കുറിച്ചൊന്നും ഇവനൊരു ഐഡിയ ഇല്ല. ഇവൻ വിചാരിച്ചത് ഞാൻ അപ്പോൾ പല്ല് ചെറുതായിട്ട് ഇളകി തുടങ്ങിയപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വികൃതി കളിച്ചിട്ട് ഇളകുകയാണെന്ന്. അത് കേട്ടപ്പോൾ പിന്നെ ഇവന് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പല്ലിങ്ങനെ ചെറുതായിട്ട് ഇളകി ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴാണ് പറിക്കുന്നത്. ഇത്രയും ദിവസം ആ 4-5 ദിവസമൊന്നും ഇവൻ തീരെ നമ്മളെ തൊടാനൊന്നും സമ്മതിച്ചില്ല, പേടിച്ചിട്ട്. അവസാനം പല്ല് പറിച്ചില്ലെങ്കിൽ പിന്നെ ബ്ലഡ് വരും, ഈ പല്ല് വേറെ പല്ല് വരുന്ന സമയത്ത് ഇതവിടെ കുടുങ്ങിപ്പോകുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ പല്ല് പറിക്കാൻ വേണ്ടി അങ്ങനെ മനസ്സോടെ സമ്മതിച്ചു കേട്ടോ. അപ്പം എന്നിട്ട് ഇവനിത് തൊടാൻ സമ്മതിക്കുന്നില്ല. തൊടുമ്പം ഭയങ്കര കരച്ചിൽ, പേടി കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യമായിട്ട് പല്ല് പറിക്കുന്നതായതുകൊണ്ട് അതൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു പേടി. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് നൂലിട്ട് ഒരു കുടുക്കിട്ട് പല്ല് പറിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ അതറിയാനുള്ളൊരു ക്യൂരിയോസിറ്റീൻ്റെ പുറത്തും കൊണ്ടുകൂടിയാണോ എന്നറിയില്ല, സമ്മതിച്ചു. അങ്ങനെ ഞാനൊരു നൂലെടുത്ത് കുടുക്കിട്ട് പല്ല് പറിക്കുകയാണ്. എന്നിട്ടും ആ സമയത്ത് ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ പോലും അവന് നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിച്ചെടുത്തിട്ട് പല്ല് പറിക്കാൻ നോക്കുകയാണ്. കുറേ സമയത്ത് പല്ല് പറിക്കുന്നതായതുകൊണ്ടും പിന്നെ എന്താണ് ഇവൻ്റെ ഒരു അവസ്ഥ എന്നറിയാത്തതുകൊണ്ടും അതിൻ്റെ മുന്നേ തന്നെ പല്ല് പറിക്കുന്നതിനെ പറ്റി ഇവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആകാംക്ഷേൻ്റെ പുറത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും. കുട്ടികളെ ആകാംക്ഷയാണെങ്കിൽ നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ക്യൂട്ട് ഫീലല്ലേ, ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയായിരിക്കും എന്നറിയാനുള്ളൊരു ആകാംക്ഷേൻ്റെ പുറത്ത് ഞാൻ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചാണേ. ഇവനിങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ഭയങ്കര ക്യൂട്ടായിരുന്നു അതൊക്കെ. പക്ഷേ ഈ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ പ്ലേ ചെയ്യുന്ന സമയത്താണ് എൻ്റെ മിസ്റ്റേക്ക് അല്ല, എന്തുകൊണ്ടാണെന്നറിയില്ല, ഈ വീഡിയോസ് ഒന്നും നമ്മൾ സംസാരിക്കുന്ന ഒന്നും വോയിസ് എടുത്തിട്ടില്ല വീഡിയോസൊന്നും. അപ്പോൾ വോയിസ് ഇല്ലാതെയാണ്, മ്യൂട്ടായിട്ടാണ് നമുക്ക് വീഡിയോ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വേറൊരു വോയിസ് ഓവർ ഇതിന് കൊടുക്കുന്നത് പോലും കേട്ടോ. അപ്പോൾ അങ്ങനെ പല്ലൊക്കെ പറിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ പല്ല് പാവല്ലേ, പല്ല് പോയതുകൊണ്ട് ഇതിന് ഞാൻ വിചാരിച്ചു പല്ല് പോയതുകൊണ്ട് കുട്ടികൾ കളിയാക്കുമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പേടിയാണെന്ന് കേട്ടോ. പക്ഷേ അതൊന്നുമല്ല, അമ്മ പല്ല് പാവല്ലേ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞത് കളയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കാട്ടും വിഷമം. അങ്ങനെ ഇവൻ പറഞ്ഞതിൻ്റെ പുറത്ത് ഞാനിതൊരു ചെറിയൊരു ബോക്സിലിട്ട് ഇവിടെ വെച്ചു. അപ്പം അങ്ങനെ പല്ല് കളയണം എന്നാണെന്ന് തോന്നുന്നു പറയുക, അങ്ങനെ വെക്കാൻ പാടില്ലെന്ന്. പക്ഷേ ഇവൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ കൂടെ നിൽക്കാനുള്ളതിന് പുറത്ത് ഞാനിവിടെ പല്ല് ഇവിടെ ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട്.